മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ്. നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത്. അമ്മാവന്റെ മകളായ കോഹ്ലിയായിരുന്നു വധു. ഇരുവരും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോഹ്ലി എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് ബാല പറഞ്ഞിരുന്നു. അടുത്തിടെയാണ് ബാലകോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പാചകം, വീട്ടുവിശേഷങ്ങൾ, ആഘോഷങ്ങളുടെ വീഡിയോകൾ എല്ലാമാണ് രണ്ടുപേരും പങ്കുവെക്കുന്നത്. ഇടയ്ക്കിടെ ഇരുവരും തമിഴ് സ്റ്റൈലിലുള്ള റെസിപ്പികൾ മലയാളി പ്രേക്ഷകർക്ക് പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും തമിഴ്നാട് സ്പെഷ്യൽ ഉണക്കമീൻ റെസിപ്പിയുമായി കോകില എത്തിയിരുന്നു. വാഴയിലയിൽ ചോറ് വിളമ്പാനായി ബാല തുടങ്ങിയപ്പോൾ താൻ തന്നെ വിളമ്പിത്തരുന്നെന്ന് വാശി പിടിച്ച കോകില തന്നെയാണ് വിളമ്പിയത്. വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോഴും സ്നേഹം അനുഭവിക്കുമ്പോഴുമുള്ള സന്തോഷവും ബാല വിവരിച്ചു. ഒരുപാട് പേർ നല്ല നല്ല കമന്റുകൾ പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷമായി സ്ട്രെസ് ഇല്ലാതെ ജീവിക്കൂ എന്നും ആൾക്കാർ പറയുന്നു. പക്ഷേ ആർക്കാണ് ജീവിതത്തിൽ പ്രശ്നമില്ലാത്തത്? എല്ലാവർക്കും പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട്. 3-4 ദിവസം മുൻപ് നല്ല ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. ചില ലോസ് സംഭവിച്ചു. പക്ഷേ എന്തായിരുന്നു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയേറെ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ നല്ല ഭക്ഷണവും സ്നേഹവും ലഭിച്ചാൽ ഈ ലോകത്തുള്ള ഒരു പ്രശ്നവും വലുതായി തോന്നുന്നില്ല. പ്രശ്നങ്ങൾ കല്ല് പോലെയാണ്. അടുത്തു വെച്ചാൽ വലിയ കല്ലായി തോന്നും, ദൂരെ വെച്ചാൽ ഒരു പ്രശ്നമായി തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കണം. കോകില തന്നെ വിളമ്പിത്തരാൻ വാശി പിടിക്കുന്നത് ഒരു കാരണമുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കടമയ്ക്ക് വേണ്ടിയല്ലാതെ ഭക്ഷണമുണ്ടാക്കി വിളമ്പിക്കൊടുക്കുകയാണെങ്കിൽ ആയുസ് കൂടുമത്രേ. ശേഷം എന്റെ ആയുസ് കൂട്ടുമെന്ന് കോഹ്ലിയോട് ബാല പറയുന്നതും ഉറപ്പായും മാമ എന്ന കോഹ്ലിയ മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു.